Hello guys, welcome to my channel Sajna's Diary. ഗായ്സ്, ഇന്ന് ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? കാണിച്ചു തരാം. അതിനു മുന്നേ എൻ്റെ വീടൊന്ന് പരിചയപ്പെടാം. പെട്ടെന്ന് ഓടിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു സിറ്റ് ഔട്ട്, അതിനിടയ്ക്ക് ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറിയിട്ട് ദേ പോകുന്നത് എൻ്റെ റൂമിലേക്കാണ്. ഇതാണ് എൻ്റെ ആ റൂം. ആ ഡോർ ഇങ്ങനെ അങ്ങ് തുറക്കുമ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ ആ റൂം. കൊള്ളാമല്ലോ അല്ലേ? അങ്ങനെ ഈ റൂമിൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഉത്സവപ്പറമ്പ് കണക്കുള്ള കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴാണ് സംഭവബഹുലമായ കഥകൾ. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രത്യേകിച്ച് കാര്യമായ പണികളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടിട്ടേ ഉള്ളൂ, പൂശിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ചുവറിൽ വാൾപേപ്പറും കർട്ടനൊക്കെ ഇട്ടിട്ട് ആ തയ്യൽ മെഷീൻ കിടക്കുന്ന അവിടെയാണ് ഞാനൊരു ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അതെല്ലാം കൂടെ ഈ റൂമിലോട്ട് മാറ്റി. ഇതാണ് ആ റൂം. പിന്നെ ഈ റൂമിൽ താബൂക്കല്ല് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ വാൾപേപ്പറൊക്കെ ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കാണ്ട് തന്നെ ആണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു റൂം ഇത്രയും ആക്കി എടുക്കാൻ തന്നെ 3 ദിവസത്തോളം എടുത്തു. പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ആണിയൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അതിന് ഈ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു വെച്ചാൽ കാണാനൊരു ഭംഗിയില്ലാണ്ട്. പിന്നെ അതെല്ലാം കൂടെ നമ്മളൊരു സെല്ലോ ടൈപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഈ താഴെ ഇട്ടേക്കുന്ന ജിപ്സം ബോർഡാണ്. എന്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് താഴെ കിടന്ന ജിപ്സം ബോർഡൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിപ്പോൾ ഇട്ടേക്കാണ്. അതിൻ്റെ പുറത്ത് ഈ ഒരു ഷീറ്റ്, ഒരു ബ്രൗൺ കളർ ഷീറ്റ് ഫ്ലെക്സിൻ്റെ പശയൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ഒരു ഷീറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാൾപേപ്പർ, എന്താ ഈ സൈഡിൽ കാണുന്ന ഈ വാൾപേപ്പറും കൂടെയാണ് ഞാൻ അന്ന് 150 രൂപയ്ക്ക് പോയി വാങ്ങിയത്. പിന്നെ ഒരു ടേബിൾ, എൻ്റെ മുന്നേ കിടന്ന ടേബിളൊക്കെ എടുത്തിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ പറക്കി ഇവിടെ കൊണ്ടുവച്ച്. അത് കൊണ്ടുവച്ച പാടെ ഇവിടെ കണ്ടോ, മേക്കപ്പ് ചെയ്യാൻ ആളും എത്തിയിട്ടുണ്ട്. അവൾക്ക് ഈ ഒരു റൂം കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അവൾക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ ഇഷ്ടമില്ലാണ്ടായി. നമ്മൾ വീട് വെച്ച സമയത്ത് മേളിലത്തെ പോർഷനൊക്കെ വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ റൂം ഒരു അടുക്കളയാക്കാം എന്നൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ റൂം ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടേ ഇല്ലായിരുന്നു. അവിടെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ ഈ റൂം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ റൂം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ വാൾപേപ്പർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് എനിക്ക് ഒട്ടിച്ച് തന്നിട്ടുള്ളത്. ഈ തികയാത്ത ഭാഗത്താണ് ഈ കർട്ടൻ ഇട്ട് മറച്ചേക്കുന്നത്. ഒരു കർട്ടനല്ല, അതെനിക്ക് എന്താ പറയുക, ഗൗണൊക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു ക്ലോത്തായിരുന്നു. അതിനെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് 2 സൈഡായിട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. മേളിലൊക്കെ ഒന്നും ചെയ്യാത്തത് നമുക്ക് വീഡിയോയിൽ കുറച്ച് ഭാഗമല്ലേ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പുറകിലൊരു കർട്ടൻ, ഒരു 3 കർട്ടൻ നിരത്തി ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഈ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എനിക്ക് തന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത്രയും അടിപൊളിയാക്കി തരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. എൻ്റെ എന്ത് കാര്യത്തിനും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. ഫസ്റ്റ് തുടക്കം മുതലേ തന്നെ ഞാനിങ്ങനെ ഡബ് സ്മാഷ്, ടിക്ടോക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഇൻസ്റ്റഗ്രാം തുടങ്ങുക, അതിൽ റീൽസൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് ഇൻസ്റ്റഗ്രാം തുടങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അടുത്ത് പറഞ്ഞു, നിനക്ക് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സ്പേസ് അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഇങ്ങനെയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മൾ പുതിയ മേക്കപ്പ് റൂം വെച്ചു. പഴയ മേക്കപ്പ് റൂം അത് മാറി തയ്യൽ മെഷീൻ ഇരിക്കുന്ന അവിടെയാണ് മേക്കപ്പ് റൂം. തയ്യൽ മെഷീൻ പഴയ മേക്കപ്പ് റൂമിന്റെ അവിടെ ആക്കി. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയാണ് നോക്ക്. ഹലോ ഗൈസ്, വാൾപേപ്പറൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കണ ഗൈസ്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ, നാളെ കാണാം.